Hello everyone, I am Tasni. Welcome to Tasni's Way. ട്രാൻസ്ലേഷൻ സ്റ്റഡീസിലെ സെക്കൻഡ് മൊഡ്യൂളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ട്രാൻസ്ലേറ്റിംഗ് പോയട്രി ആണ് ആദ്യത്തെ ടോപ്പിക്. ട്രാൻസ്ലേറ്റിംഗ് പോംസ് ആൻഡ് അതർ ലിറ്റററി വർക്ക്സ് ഇൻ ജനറൽ ഈസ് ഡിഫിക്കൾട്ട്. ഒരു പോയട്രി അതായത് പോയംസൊക്കെ അല്ലെങ്കിൽ അതർ ലിറ്റററി വർക്ക്സ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്താണ്, കുറച്ച് ഡിഫിക്കൾട്ട് തന്നെയാണ്. ദിസ് ഇസ് ട്രൂ റിലേറ്റീവ് ടു ദ ഡിഫിക്കൽട്ടി ഇൻ ട്രാൻസ്ലേറ്റിംഗ് അതർ ടൈപ്സ് ഓഫ് ടെക്സ്റ്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പോയട്രി ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സ്പെസിഫിക്കലി പോംസ് ആർ ഈവൻ ഹാർഡർ ടു ട്രാൻസ്ലേറ്റ് ഫോർ സോ മെനി റീസൺസ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന് ഈ ഒരു പോയംസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിന്. ദർ ആർ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻക്ലൂഡിങ് ദ ചോയ്സസ് ഓഫ് വേർഡ്സ്, ഫിഗറേറ്റീവ് ലാംഗ്വേജസ് യൂസ്ഡ് ആൻഡ് മെറ്റഫേഴ്സ്. സോ നമ്മൾ ഈ പോയംസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്നത് എന്തിനാണ്? മെറ്റഫേഴ്സും അതുപോലെ തന്നെ ഫിഗറേറ്റീവ് വേർഡ്സും അതുപോലെ തന്നെ ചോയ്സ് ഓഫ് വേർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സൊക്കെ കൊണ്ട് തന്നെയാണ് പോയട്രീസ് അഥവാ പോയംസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. At the same time, the translator must also be able to transfer the emotions and thoughts of the poet. ആ പോയറ്റിൻ്റെ ഇമോഷൻസും തോട്ട്സും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ടാവണം? ഒരു ട്രാൻസ്ലേറ്ററിനും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ പോയം അത്രയും ഭംഗിയായിട്ട് നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. To add up more to the difficulty of translating poems, there are other characteristics that are unique to a poem, such as rhymes, meter, rhythm, and expressions that are not found in other literary pieces. സോ മറ്റ് ലിറ്റററി വർക്ക്സിനെ അപേക്ഷിച്ച് പോയട്രിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണ്? റൈം സ്കീംസ്, അതുപോലെ തന്നെ റിതം, എക്സ്പ്രഷൻസ്, ഇതെല്ലാം ഈ പോയട്രീൻ്റെ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ. അപ്പോൾ ഈ പോയംസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഡിഫിക്കൽട്ടി എന്താണ്? ഈ റൈമുകളും ഈ റിതമും അതിൻ്റെ എക്സ്പ്രഷൻസും എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട്. മോസ്റ്റ് വേർഡ്സ് ആർ നോട്ട് ഈവൻ യൂസ്ഡ് ഇൻ ഡെയിലി കോൺവെർസേഷൻസ്. ഹെൻസ് ദിസ് poses an even bigger challenge to anyone who dares to translate poems. So പോയംസ് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഉള്ളൊരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ റൈംസ്, റിതം, അതിൻ്റെ എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ മെറ്റഫേഴ്സ്, ഫിഗറേറ്റീവ് വേർഡ്സ്, ഇതെല്ലാം നമുക്ക് അതേ മീനിങ് വരുന്ന രീതിയിൽ, അതേ റൈമിങ് സ്കീമൊക്കെ വരുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് വേർഡ്സ് നമ്മൾ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാത്ത വാക്കുകളായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ചാണ് ഈ ഒരു പോയംസ് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഇതിൽ പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസാണ് ഇനി ഇതിൽ പറയാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത്. അപ്പോൾ ഇനി മെത്തേഡ്സ് ആണ് നോക്കാനുള്ളത്, ട്രാൻസ്ലേറ്റിംഗ് പോയട്രീസിൻ്റെ മെത്തേഡ്സ്. Andrew Lefebvre noted 7 methods adopted by English translators in translating Carlyle's poems. So ആൻഡ്രി ലെഫെവേർ പറഞ്ഞ ഒരു ആള് നോട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്ററാണ്. അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 7 മെത്തേഡ്സ് ഉണ്ട്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന 7 മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണ്? ഫൊണീമിക് ട്രാൻസ്ലേഷൻ, ലിറ്ററൽ ട്രാൻസ്ലേഷൻ, മെട്രിക്കൽ ട്രാൻസ്ലേഷൻ, വേഴ്സ് ടു പ്രോസ് ട്രാൻസ്ലേഷൻ, റൈംഡ് ട്രാൻസ്ലേഷൻ, ഫ്രീ വേഴ്സ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ. ഈ 7 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ലേഷൻ ആണ് ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്. Phonemic translation attempts to recreate the sounds of the source language in the target language, and at the same time the translator tries to transfer the meaning. According to Lefebvre, in general, the result sounds awkward and sometimes leaves some parts of the original meaning behind. So ഒന്നാമത്തെ ഫൊണീമിക് ട്രാൻസ്ലേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു SL, അതായത് സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്കാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സോഴ്സ് ലാംഗ്വേജ് മലയാളം. SL എന്നുള്ളത് സോഴ്സ് ലാംഗ്വേജ് അഥവാ സോഴ്സ് ടെക്സ്റ്റ് എന്നുള്ളത് മലയാളമാണ്. ടാർഗറ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഏതിൽ നിന്നും ഏതിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് ടാർഗറ്റ് നമ്മുടെ സോഴ്സ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാണെങ്കിൽ മലയാളമാണ് സോഴ്സ് ലാംഗ്വേജ്, ടാർഗറ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഇനി ഇംഗ്ലീഷിൽ നിന്നും ഹിന്ദിയിലേക്കാണെങ്കിൽ ഇംഗ്ലീഷാണ് സോഴ്സ് ലാംഗ്വേജ്, ടാർഗറ്റ് ലാംഗ്വേജ് ഹിന്ദിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ഫൊണീമിക് ട്രാൻസ്ലേഷൻ അറ്റംപ്റ്റ്സ് ടു റീക്രിയേറ്റ് ദ സൗണ്ട്സ് ഓഫ് ദ സോഴ്സ് ലാംഗ്വേജ് ഇൻ ദ ടാർഗറ്റ് ലാംഗ്വേജ്. സോ
ഫൊണീമിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതാണ്. ഫൊണീംസ് എന്താണ് നമുക്കറിയാമല്ലേ, സൗണ്ട്സ്. അപ്പോൾ ഈ സൗണ്ട്സിന് സോഴ്സ് ലാംഗ്വേജിലുള്ള സൗണ്ട്സിനെ എന്ത് ചെയ്യണം, ടാർഗറ്റ് ലാംഗ്വേജിൽ സൗണ്ട്സ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് എന്ത് ഫൊണീമിക് ട്രാൻസ്ലേഷൻ നടത്തുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ട്രാൻസ്ലേറ്റർ ട്രൈസ് ടു ട്രാൻസ്ഫർ ദ മീനിങ്. അതേസമയം എന്താണ്, മീനിങ്ങും കൂടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ട്രാൻസ്ലേറ്റർ ശ്രമിക്കുന്നുണ്ട്. അടുത്തത് ലിറ്ററൽ ട്രാൻസ്ലേഷൻ. അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചാണല്ലേ. മീൻസ് വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ. ദിസ് മെത്തേഡ് വിൽ നോട്ട് ബി ഏബിൾ ടു ട്രാൻസ്ഫർ ദ ഒറിജിനൽ മീനിങ് വൈൽ ദ ഫ്രേസ് ആൻഡ് സെൻറ്റൻസസ് സ്ട്രക്ചേഴ്സ് tend to fall by the wayside in the target language. So നമ്മളിത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചാണ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ. അതായത് വേർഡ് ഫോർവേഡ് ട്രാൻസ്ലേഷൻ, വേർഡ്സ് മാത്രമായിട്ട് ഓരോ വേർഡ്സ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതിയാണ്. അതിൽ ഒറിജിനൽ മീനിങ് നമുക്ക് കൺവേ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ. കാരണം എന്താണ്, വേർഡ്സിൻ്റെ മീനിങ്, അതായത് വേർഡ്സിൻ്റെ ട്രാൻസ്ലേഷനാണ് നമ്മൾ ചെയ്തുകൊണ്ട് പോകണം. അല്ലാതെ സെൻറ്റൻസിൻ്റെ മീനിങ് അർത്ഥം എന്താണെന്നുള്ളതല്ല നമ്മൾ കൺവേ ചെയ്യേണ്ടത്. ഓരോ വേർഡ്സിൻ്റെയും അർത്ഥമാണ്, അതിൻ്റെ അർത്ഥമല്ല, ട്രാൻസ്ലേഷനാണ്, അതിൻ്റെ തർജ്ജമയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് ദ മെട്രിക്കൽ ട്രാൻസ്ലേഷൻ emphasizes the reproduction of the original meter into the target language, and because each language has its own specific stressing and pronunciation system, this method will result in the inappropriate translation in terms of meaning and structure. So metrical translation എന്ന് പറയുന്നത് the reproduction of the original meter into the target language. ഒറിജിനൽ മീറ്റർ, അത് എങ്ങനെയാണോ സോഴ്സ് ലാംഗ്വേജ് ഉള്ളത് അതേ രീതിയിൽ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് റിപ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ബിക്കോസ് ഓഫ് ഈച്ച് ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് സ്ട്രെസ്സിങ് ആൻഡ് പ്രൊനൗൺസിങ് സിസ്റ്റം, ദ മെത്തേഡ് വിൽ റിസൾട്ട് ഇൻ ഇൻഅപ്രോപ്രിയേറ്റ് ട്രാൻസ്ലേഷൻ ഇൻ ടേംസ് ഓഫ് മീനിങ് ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സിങ് രീതിയും പ്രൊനൗൺസിങ് രീതിയും എല്ലാം ഉണ്ട്, അതിൻ്റെ സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു രീതി യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, അതിൻ്റെ മീനിങ്ങും സ്ട്രക്ചറും മാത്രമേ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ട്രാൻസ്ലേഷനായിട്ട് മാറും. അപ്പോൾ ഒറിജിനലായിട്ട് എന്താണോ നമ്മുടെ സോഴ്സ് ലാംഗ്വേജിലുള്ള അതേപടി ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ആക്കുന്നതാണ് ഈ ഒരു മെത്തേഡ്. വേർഡ്സ് ടു പ്രോസ് ട്രാൻസ്ലേഷൻ ഹാസ് ഓൾസോ സം വീക്ക്നെസ്സസ്. അടുത്തത് എന്താ, വേർഡ്സ് ടു പ്രോസ് ട്രാൻസ്ലേഷൻ ആണ്, അതിനും വീക്ക്നെസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ ഔട്ട്സ്റ്റാൻഡിങ് വീക്ക്നെസ് ഈസ് ദ ലോസ് ഓഫ് ദ ബ്യൂട്ടി ഓഫ് ദ ഒറിജിനൽ പോയം. ഒറിജിനൽ പോയത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്ത് ചെയ്യും, മറ്റേ ഇത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നതാണ് പറയുന്നത്. എന്തിൽ, വേഴ്സ് ടു പ്രോസ്, വേഴ്സിൽ നിന്നും പ്രോസിലേക്കുള്ളൊരു ട്രാൻസ്ലേഷൻ രീതി. The next method is the rhymed translation, which emphasizes the transferring of the rhyme of the original poem into the translation in target language. അടുത്ത മെത്തേഡ് ഏതാണ്, റൈംഡ് ട്രാൻസ്ലേഷൻ ആണ്. which emphasizes the transferring of rhyme. റൈംസിന് അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതിയാണ് റൈംഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഒറിജിനൽ പോയത്തിൻ്റെ എന്ത് ചെയ്യും, ട്രാൻസ്ലേഷൻ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് അതേപോലെ റൈംസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി. The result will be appropriate physically but tend to be semantically inappropriate. അപ്പോൾ ഇത് സെമാൻറ്റിക്കലി എന്താണ്, ഇൻഅപ്രോപ്രിയേറ്റ് ആവും. കാരണം എന്താണ്, റൈമിംഗ് സ്കീം നമ്മൾ അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്കലി അപ്രോപ്രിയേറ്റ് ആയിരിക്കാം, പക്ഷേ സെമാൻറ്റിക്കലി ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. The sixth method is free verse translation. With this method, the translator may be able to get the accurate equivalence in the target language with the sound literary value of the result. On the other hand, the rhyme and meter tend to be ignored. So physically, the result is different from the original, but semantically it seems the same. അപ്പോൾ ആറാമത്തെ മെത്തേഡ് എന്താണ്, ഫ്രീ വേർഡ്സ് ട്രാൻസ്ലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ ട്രാൻസ്ലേറ്റർ മേ ബി ഏബിൾ ടു ഗെറ്റ് ദ അക്യുറേറ്റ് ഇക്വിവാലൻസ് ഇൻ ദ ടാർഗറ്റ് ലാംഗ്വേജ് വിത്ത് സൗണ്ട് ലിറ്റററി വാല്യൂ ഓഫ് ദ റിസൾട്ട്. അപ്പോൾ അക്യുറേറ്റ് ആയിട്ടുള്ള ഇക്വിവാലൻസ് എന്തുണ്ട്, ഈ ഒരു രീതി ഉപയോഗിക്കുമ്പോൾ ടാർഗറ്റ് ലാംഗ്വേജിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ റൈമും മീറ്ററും ഉപയോഗിച്ച് ഈ ഒരു മറ്റൊരു രീതി നോക്കുകയാണെങ്കിൽ റൈമും മീറ്ററും എന്തുണ്ട്, ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഫിസിക്കലി നോക്കുകയാണെങ്കിൽ റിസൾട്ട് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഒറിജിനലിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും റിസൾട്ട്. പക്ഷേ സെമാൻറ്റിക്കലി നോക്കുമ്പോൾ എന്താണ്, ഇത് സെയിം ആയിട്ടാണ് കാണുക. അപ്പോൾ ഇതാണ് ഫ്രീ വേർഡ്സ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ലാസ്റ്റത്തെ മെത്തേഡ് ഏതാണ്, ഇൻറ്റർപ്രറ്റേഷൻ. അക്കോർഡിംഗ് ടു ഹിം ദർ ആർ രണ്ട് ടൈപ്സ് ഓഫ് ഇൻറ്റർപ്രറ്റേഷൻ ഉണ്ട്. ഒന്ന് വേർഷനും ഒന്ന് ഇമിറ്റേഷനും. A version is of poem in the target language will semantically be exactly the same with the original but physically totally different. അപ്പോൾ ഒന്നാമത്തെ വേർഷൻ എന്ന് പറയുന്നതാണ്. വേർഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പിൽ എന്താണ്, സെമാൻറ്റിക്കലി എല്ലാം സെയിം ആയിരിക്കും, ഒറിജിനലിന് അതേപോലെ തന്നെ ആയിരിക്കും, സെമാൻറ്റിക്കലി എല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഫിസിക്കലി എന്തായിരിക്കും,
എല്ലാം totally different ആയിരിക്കും. Further, an imitation is exactly a different poem, but the title, topic and starting point are the same with the original poem. So imitation എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും, ഒരു ഡിഫറെൻറ്റ് പോയം തന്നെ ആയിരിക്കാം, പക്ഷേ ടൈറ്റിലും ടോപ്പിക്കും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒക്കെ എന്തായിരിക്കും ഒറിജിനൽ പോയിൻറ്റിൻ്റെ അതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഈ ഒരു 2 മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് മെത്തേഡ്സ്. ഓക്കെ, 7 മെത്തേഡ്സ് നമ്മൾ നോക്കി. അടുത്തത് ഇഷ്യൂസാണ്. ഒന്നാമത്തെ ഇഷ്യൂ എന്താണ്? ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസാണ്. ഇതെല്ലാം എന്തിൻ്റെ ഇഷ്യൂസാണ്? ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നേരിടുന്ന ഇഷ്യൂസാണ്. ഒന്നാമത്തെ ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസാണ്. എന്താണ്? ലിംഗ്വൽ പരമായിട്ടുള്ള ഇഷ്യൂസ്. വെൻ ട്രാൻസ്ലേറ്റിംഗ് സർട്ടൻ വേർഡ്സ് ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ ദർ മൈറ്റ് ബി സം ഇഷ്യൂസ് വിത്ത് റിഗാർഡ്സ് ടു ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ടു ബി യൂസ്ഡ്. അപ്പോൾ ഒരു ഭാഷയിൽ നിന്നും വേറൊരു ഭാഷയിലേക്ക് വേർഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അവിടെ ചില ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ് ഇഷ്യൂ വരുന്നത്? വിത്ത് റിഗാർഡ്സ് ടു ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ടു ബി യൂസ്ഡ്. ഏതാണ് ആ വാക്ക്? അതായത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏത് ഭാഷ ആയിക്കോട്ടെ, അപ്പോൾ അതിൽ മലയാളത്തിൽ പറയുന്ന ഈ വേർഡിന് എന്തായിരിക്കാം ഇംഗ്ലീഷിൽ ആ വേർഡ് യൂസ് ചെയ്യേണ്ടത്, ഏത് വേർഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ളൊരു ബുദ്ധിമുട്ട്, ആ ഇഷ്യൂ. In some cases there are words that have no literal translation to another language. ചില കേസിൽ എന്താണ്, ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഉണ്ടാവില്ല. ഒരു ലാംഗ്വേജിൽ പറയുന്ന ഒരു വേർഡിന് വേറൊരു ലാംഗ്വേജിൽ എന്തുണ്ടാവില്ല, വേർഡ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. There are even some languages in which one short word in English is equivalent to 3 or more words in another language. അപ്പോൾ ബാക്കിയുള്ള വേറൊരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ വേർഡായിരിക്കും ഇംഗ്ലീഷിൻ്റെ ഒരു ചെറിയ വാക്ക്, പക്ഷെ അത് മറ്റ് ലാംഗ്വേജിൻ്റെ വേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, അതിന് 3 or 4 അല്ലെങ്കിൽ 3 കൂടുതലോ എന്തുണ്ടാവാം, വാക്കുകൾ ഈ ഒരു ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ചെറിയ വേർഡിന് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് അതിൽ ഏത് വാക്ക് യൂസ് ചെയ്യണം എന്നുള്ളതിൽ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവും. ഇറ്റ് കുഡ് ബി ദ അതർ വേ അറൗണ്ട്. ആൻ എൻറ്റയർ വേഴ്സ് is an English poem could be just single word in another language. The differences in the choice of words not only make it difficult for the poem to be translated, it could also destroy the other elements in a poem. അപ്പോൾ ഇതിൽ ഏറ്റവും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാക്കുകൾ തർജ്ജമ ചെയ്യുമ്പോൾ ഈ വാക്കുകൾ മറ്റ് ലാംഗ്വേജിൽ, ഒരു ലാംഗ്വേജിൽ നിന്നും മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ പറയുന്ന അതേ ഈ ഒരു ലാംഗ്വേജിൽ പറയുന്ന ആ വേർഡിന് അടുത്ത ലാംഗ്വേജിൽ ഉണ്ടാവണം എന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞു, ഇംഗ്ലീഷിൻ്റെ ഒരു ചെറിയ വേർഡിന് മലയാളത്തിലോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലോ 3 or 4 വാക്കുകൾ ഉണ്ടാവാം. അപ്പോൾ അതിൽ ഏത് യൂസ് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതാണ് ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡിഫിക്കൽട്ടി, വേർഡ്സിൻ്റെ ചോയ്സസിൽ വരുന്ന ഡിഫിക്കൽട്ട്സ് പോയം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മാത്രമല്ല, ഇറ്റ് കുഡ് ഓൾസോ ഡിസ്ട്രോയ് ദ അതർ എലമെൻറ്റ്സിൻ്റെ പോയം. മറ്റ് പോയത്തിലുള്ള എലമെൻറ്റ്സിനെയും എന്ത് ചെയ്യാം, ഇതിന് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസിൽ വരുന്നത്. അടുത്ത ഇഷ്യൂ ലിറ്ററൽ വേഴ്സസ് ഫിഗറേറ്റീവ് ട്രാൻസ്ലേഷൻ. ഓക്കെ, പോംസ് കണ്ടെയ്ൻ ഡീപ്പർ മീനിങ്സ് അല്ലേ? പോയംസ് എപ്പോഴും ഡീപ്പർ ആയിട്ടുള്ള മീനിങ്സ് ആണ് കൺവേ ചെയ്യുന്നത്. ദർ ആർ വേർഡ്സ് യൂസ്ഡ് ബട്ട് ദേ സെർവ് ആസ് സിംബോളിസംസ് ഓർ മെറ്റഫേഴ്സ് ഓൺലി. ചില വേർഡ്സ് ഉണ്ട്, അതെന്താണ്, സിംബോളിസംസ് ആയിട്ടോ അല്ലെങ്കിൽ മെറ്റഫേഴ്സ് ആയിട്ടോ ഉപയോഗിക്കുന്നതായിരിക്കാം. ദ അണ്ടർലൈങ് തോട്ട് ബിഹൈൻഡ് ദോസ് വേർഡ്സ് ഇസ് വാട്ട് മേക്സ് ദ എൻറ്റയർ പോം ബ്യൂട്ടിഫുൾ. ദസ് ട്രാൻസ്ലേറ്റേഴ്സ് നൗ ഹാവ് ദ ഡിലമ ഓഫ് വെദർ ഓർ നോട്ട് they are to translate the words literally and make everything sound or awkward, or translate the figurative meaning and limit the reader's opportunity to be more critical in reading the verses. അതായത് പോയംസ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പോയംസ് എപ്പോഴും എന്താണ്, വളരെ അഗാധമായിട്ടുള്ള മീനിങ്സ് ഉണ്ടാവും അല്ലേ, ഇന്നർ മീനിങ്സ് ഉള്ളതാണ്. അപ്പോൾ ഒരു വേർഡ് യൂസ് ചെയ്യേണ്ടത് അതൊരു സിംബോളിസം ആയിരിക്കാം, അതായത് ഒരു ഫിഗറേറ്റീവ് വേർഡ്സ് ആയിരിക്കാം. നമ്മളത് ഒരു വാക്ക് അതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ആയിരിക്കില്ല. നമ്മൾ ഉപമിച്ചൊക്കെ പറയില്ലേ കവിതകളിലൊക്കെ, അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്ന മീനിങ്സ് നമ്മൾ ഒരു ലാംഗ്വേജിൽ നിന്നും അങ്ങനെ പറയുന്ന മീനിങ്സ് നമ്മൾ അതേപോലെ മറ്റു ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് മീനിങ് എന്താണെന്നുള്ളത് എല്ലാ പോയത്തിൻ്റെയും അങ്ങനെ തന്നെയാണ് അല്ലേ? എന്താണ് അവർ കവി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മുടെ ചോയ്സാണത്. ഓക്കെ, അത് നമ്മൾ വായിക്കുന്ന റീഡേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് എന്ത്, അതെങ്ങനെ അതിൻ്റെ മീനിങ് എന്ത് രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അത് മനസ്സിലാക്കണം എന്നുള്ളത് റീഡേഴ്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ ഫിഗറേറ്റീവ് വേർഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പലരും പല രീതിക്കായിരിക്കും ചിന്തിക്കുക അല്ലേ? അപ്പോൾ ആ രീതിയിൽ വരുന്ന ഒരു അപ്പോൾ നമ്മൾ മലയാളം ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളൊരു കവിത വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, പല ചിന്തകൾ വരും. അപ്പോൾ അതിൽ ഇതായിരിക്കാം മീനിങ് അല്ലെങ്കിൽ ഇതായിരിക്കാം കവി ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷെ അതിനെ അങ്ങനെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ചിലപ്പോൾ ഈ ഒരു
ഡീപ്പർ മീനിങ് കൺവേ ചെയ്യണത് ഇല്ലാതാവാം. ഒറ്റ സെൻറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മീനിങ് മാത്രം കൺവേ ചെയ്യുന്ന രീതിയിൽ ട്രാൻസ്ലേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പറയുന്നത്, ഡീപ്പർ മീനിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ വാക്കിനും പല തരത്തിലുള്ള അർത്ഥമുള്ളതുകൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു രീതി മാറിപ്പോവാതിരിക്കണം. അതൊരു വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അപ്പോൾ അതാണ് ലിറ്ററൽ വേഴ്സസ് ഫിഗറേറ്റീവ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഫിഗറേറ്റീവ് വേർഡ്സ് ആണ് കവിതകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലേ. ഭംഗി വാക്കുകൾ, ആ രീതിയിലുള്ള ഭയങ്കര ഫിഗറേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചിന്തിച്ച് പോകും, പല രീതിയിൽ നമ്മൾ ഉപമിച്ച് പോകും. പക്ഷെ അത് ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ നമുക്ക് മാഞ്ഞു പോകാനായിട്ട്, അല്ലാതെ അത് ഇല്ലാതാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ടാണ് ഇതിൽ പറയുന്നത്. അടുത്തത് സോഷ്യോ കൾച്ചറൽ ഇഷ്യൂസ് ആണ്. There are also some words in a poem that may not sound good when translated to another language. ചില വാക്കുകളൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റൊരു ലാംഗ്വേജിലേക്ക് ആക്കി കഴിഞ്ഞാൽ എന്താണ്, അത്ര രസം ഉണ്ടാവില്ല കാണാൻ. ഓക്കെ, അതായത് ആ ഭാഷയിൽ യൂസ് ചെയ്താൽ ആ ഭാഷയിൽ കിട്ടുന്ന ആ ഒരു രീതി നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇത് വരില്ല, അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു തമിഴിലുള്ള പാട്ട് നമ്മൾ കൈരളി TV കേൾക്കുകയാണെങ്കിലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, അത് അതിൽ തന്നെ നമുക്ക് കാണുമ്പോഴോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴായിരിക്കും ഭംഗി ഉണ്ടാവുക. The words could also be very offensive or inappropriate. അതിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒഫെൻസീവും ഇൻഅപ്രോപ്രിയേറ്റും ആയിരിക്കും അല്ലേ. നമ്മുടെ പാട്ടുകളുടെ കാര്യം തന്നെ എടുത്താൽ മതി. They might be seen as vulgar even if in the original language the word used is just right. Thus, the translator now has to choose the more appropriate word to use or find a more culturally sensitive equivalent of the word used in the original text. സോ സോഷ്യോ കൾച്ചറൽ ഇഷ്യൂസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഒരിക്കലും അത് വൾഗർ ആവരുത്. ഓക്കെ, ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ രൂപത്തിൽ നമ്മൾ മറ്റൊരു രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ വേർഡ്സ് എന്താവരുത്, വൾഗറായിട്ട് ഒഫെൻസീവായിട്ടോ മാറരുത്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, കറക്റ്റ് ആയിട്ടുള്ള, റൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കൾച്ചറലി കൂടി സെൻസിറ്റീവ് ആയിരിക്കണം. കൾച്ചറൽ പ്രോബ്ലംസോ സോഷ്യൽ പ്രോബ്ലംസോ ഒക്കെ സൃഷ്ടിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ലാംഗ്വേജിൽ ഇപ്പോൾ തമിഴിൽ പറയുന്ന ഒരു വാക്ക് മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ഒഫെൻസീവായിട്ടോ വൾഗറായിട്ടോ എന്ത് ചെയ്യരുത്, ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മോശം രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ കൾച്ചറിനെ ബാധിക്കുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ അവരുടെ കൾച്ചറിലുള്ള ഒരു വാക്കിന് നമ്മൾ ഇപ്പുറത്ത് അതിനെ റീപ്ലേസ് ചെയ്യും, അതായത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്ക് അല്ലെങ്കിൽ അതുമായി യാതൊരു ബന്ധമില്ലാത്ത മോശം രീതിയിലുള്ള വാക്ക് ഉപയോഗിച്ചതിന് എന്തായ പ്രശ്നം, അവരുടെ കൾച്ചറെ കൂടെ അത് നമ്മൾ ബാധിക്കുന്ന രീതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. സോഷ്യോ കൾച്ചറൽ ഇഷ്യൂസ് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള വേർഡ്സ്, അപ്രോപ്രിയേറ്റുള്ള ഗുഡ് വേർഡ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. വൾഗർ ആവരുത് എന്നാണ് പറയുന്നത്. അടുത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് സൗണ്ടാണ്. ദിസ് ഇസ് അനദർ എലമെൻറ്റ് ഓഫ് പോയട്രി ദാറ്റ് മേക്സ് ഇറ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് എൻഗേജിങ്. സോ സൗണ്ട് എന്ന് പറയുന്നത് ഒരു പോയട്രീനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു ഘടകമാണ്, ഒരു എലമെൻ്റാണ്. ഡ്യൂ ടു ദീസ് റൈമിംഗ് വേർഡ്സ് ഓർ അട്രാക്റ്റീവ് സൗണ്ട്സ്, റീഡേഴ്സ് ആർ ഗ്ലൂഡ് ടു ദ പോയം. Sadly, there might be no word in another language that could retain these sounds. അപ്പോൾ സൗണ്ട്സ് എന്ന് പറയുന്നത് റൈമിംഗ് വേർഡ്സിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സൗണ്ട്സ് എന്താണ്, പോയത്തിനെ ഏറ്റവും ആകർഷകമാക്കുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ റീഡേഴ്സിനെ ഏറ്റവും കൂടുതൽ രസിപ്പിക്കുന്ന ഒന്നാണ് എന്താണ്, ഈ സൗണ്ട് തന്നെയാണ്. ആ ഒരു സൗണ്ട് എന്നുള്ളൊരു എലമെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്താ പറയേണ്ടത്, ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, there might be no word in another language that could retain these sounds. ഈ സൗണ്ട്സിനെ, ഒരു ലാംഗ്വേജിലുള്ള സൗണ്ട്സിനെ മറ്റൊരു ലാംഗ്വേജിൽ ഉണ്ടാവണം എന്നില്ല. അതിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെയാണ്. The translation of the words might have extremely different sounds that don't make sense when forced to sound alike. So ഈ വേർഡ്സിൻ്റെ, ഈ സൗണ്ട്സിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ അത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട്സ് ആണ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ് ഡോണ്ട് മേക്ക് സെൻസ്. അതായത് എക്സാക്ട്ലി നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ഈ ഒരു നമ്മുടെ സോഴ്സ് ലാംഗ്വേജിൽ നിന്നും ഈ സൗണ്ട്സ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്ന ഒരു ഇതെന്ന് പറയുന്നത് അതിലൊരു സെൻസും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്.
അടുത്തൊരു ടോപ്പിക്ക് ട്രാൻസ്ക്രിയേഷൻ ആണ്. ട്രാൻസ്ക്രിയേഷൻ ഈസ് എ ബ്ലെൻഡ് ഓഫ് 2 വേർഡ്സ്. 2 വേർഡ്സ് കൂടി ചേർന്നാണ് എന്ത് ട്രാൻസ്ക്രിയേഷൻ. ട്രാൻസ്ലേഷൻ പ്ലസ് റിക്രിയേഷൻ, ഈ 2 വാക്കുകൾ ചേർന്നാണ് എന്ത് ട്രാൻസ്ക്രിയേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ referred to as creative translation. Creative translation എന്ന് കൂടി ഇതിന് പറയുന്നുണ്ട്. It is an intricate form of translating that preserves the original intent, context, emotion and tone. അപ്പോൾ ട്രാൻസ്ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ട്രാൻസ്ലേഷൻ ആണ്. ക്രിയേറ്റീവ് ട്രാൻസ്ലേഷൻ എന്നുകൂടി ഇതിനെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള ട്രാൻസ്ലേഷനെയാണ് ഇതിന് പറയുക. അപ്പോൾ ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ റിക്രിയേഷനും ഇത് രണ്ടും ചേർന്നതിനാണ് ഈ ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പ്രിസേർവ്സ് ദ ഒറിജിനൽ ഇൻറ്റൻറ്റ്, കോണ്ടെക്സ്റ്റ്, ഇമോഷൻ ആൻഡ് ടോൺ. ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ, ഒറിജിനൽ ലാംഗ്വേജിൻ്റെ അതേ ഇമോഷനും അതേ ടോണും അതേ കോണ്ടെക്സ്റ്റും അതേ ഇൻറ്റൻഷനും എല്ലാം കൂടെ തന്നെ ആയിട്ട് അതേ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഈ ഒരു മെത്തേഡ് പറയുക. ഒറിജിനലി ദിസ് ടേം വാസ് എംപ്ലോയ്ഡ് ബൈ ദ ഇന്ത്യൻ ട്രാൻസ്ലേറ്റർ ആൻഡ് അക്കാഡമിക് പുരുഷോത്തം ലാൽ ഫോർ ഹിസ് domesticating English translations of Sanskrit plays, and later used by the Brazilian writer Haroldo de Campos and the Brazilian post-colonial theorist L.C. Vieira. So ഈ ഒരു ടേം ഒറിജിനലി ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ആരാണ്? ഇന്ത്യൻ ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള പുരുഷോത്തം ലാലാണ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ്, സാൻസ്ക്രിറ്റിൽ നിന്നുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ പിന്നീട് ബ്രസീലിയൻ റൈറ്റർ ആയിട്ടുള്ള ഹെറോൾഡോ ഡി കാമ്പോസും ബ്രസീലിയൻ പോസ്റ്റ് കൊളോണിയൽ തിയറിസ്റ്റ് ആയിട്ടുള്ള L.C. വിയറായും എല്ലാം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. Transcreation is used to stress the creative and transformative nature of the process, and the goal of transcreation is to duplicate the message thoughtfully and seamlessly without audiences realizing a translation ever occurred. The finished product should give the audience an identical emotional experience as the source message. So ട്രാൻസ്ക്രിയേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള നേച്ചർ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു സ്ട്രെസ് ചെയ്തിട്ടുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സിനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഈ മെസ്സേജിനെ തോട്ട്ഫുള്ളിയും സീംലെസ്ലിയും നമ്മൾ ഓഡിയൻസിന് ഒരു ട്രാൻസ്ലേഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ചിന്ത പോലും വരാത്ത രീതിയിൽ അത്രയും പക്കായിട്ടുള്ള നല്ല വാക്കുകൾ കൊണ്ട് നമ്മൾ അത്രയും നല്ല രീതിയിൽ മികച്ച രീതിയിൽ ചെയ്യുന്ന ട്രാൻസ്ലേഷനെയാണ് എന്ത് പറയുക, ട്രാൻസ്ക്രിയേഷൻ എന്ന് പറയുക. ഓക്കെ, അത്രയും ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ വായിക്കുന്നവർക്ക് ഇതൊരു ട്രാൻസ്ലേഷൻ ആണ് എന്ന് പോലും നമുക്ക് തോന്നില്ല അല്ലേ. ചില മൂവീസിൽ അല്ലെങ്കിൽ പാട്ടുകളൊക്കെ ഡബ് ചെയ്ത പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നില്ല ഇത് ഡബ് ചെയ്തതാണ്. ശരിക്കും അത്രയും നല്ല രീതിയിൽ ഡബ് ചെയ്യണ പാട്ടുകളും സിനിമകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ട്രാൻസ്ലേഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലും നമുക്ക് ആ ഒരു ചിന്ത വരില്ല. ചില ഡബ് ചെയ്ത പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം അല്ലേ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നൊരു ട്രാൻസ്ലേഷൻ രീതിയാണ് എന്താ ട്രാൻസ്ക്രിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസ്ലേഷൻ കോമ്പിറ്റൻസ് ആണ്. ഇതാണ് ലാസ്റ്റത്തെ ടോപ്പിക് കേട്ടോ. അപ്പോൾ ഗുഡ് ട്രാൻസ്ലേറ്റർ ബിക്കംസ് പ്രൊഫിഷ്യൻറ്റ് ഇൻ ദ ആർട്ട് ഓഫ് ട്രാൻസ്ലേഷൻ ത്രൂ അക്വയറിങ് 5 കോമ്പിറ്റൻസീസ്. അപ്പോൾ ഒരു ഗുഡ് ട്രാൻസ്ലേറ്റർ എന്തായിരിക്കും, എപ്പോഴും പ്രൊഫിഷ്യൻ്റ് ആയിരിക്കും അല്ലേ. ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു തരം ആർട്ടാണ്. അതിൽ 5 കോമ്പിറ്റൻസീസ് ഉണ്ട്, 5 കോമ്പിറ്റൻസ് ഉണ്ട്. ആ 5 കോമ്പിറ്റൻസും കൃത്യമായി പാലിക്കുന്ന ഒരാളായിരിക്കും ഏറ്റവും മികച്ചൊരു ട്രാൻസ്ലേറ്റർ. മാസ്റ്ററിങ് ദീസ് കോമ്പിറ്റൻസീസ് ഇനേബിൾസ് എ ട്രാൻസ്ലേറ്റർ ടു ഡു ട്രാൻസ്ലേഷൻ ആസ് എക്സ്പെക്റ്റഡ്. ഏറ്റവും നല്ല മികച്ച രീതിയിൽ തന്നെ ഈ 5 ട്രാൻസ്ലേഷൻ കോമ്പിറ്റൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഏതൊക്കെയാണ്? ലാംഗ്വേജ് കോമ്പിറ്റൻസ്, ടെക്സ്റ്റുവൽ കോമ്പിറ്റൻസ്, സബ്ജക്റ്റ് കോമ്പിറ്റൻസ്, കൾച്ചറൽ കോമ്പിറ്റൻസ് ആൻഡ് ട്രാൻസ്ഫർ കോമ്പിറ്റൻസ്. ഈ 5 കോമ്പിറ്റൻസ് രീതികളാണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ലാംഗ്വേജ് ഓർ ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ് ആണ്. ഇറ്റ് ഈസ് ദ ബേസിക് കോമ്പിറ്റൻസ് എ ട്രാൻസ്ലേറ്റർ മസ്റ്റ് ഹാവ്. ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കോമ്പിറ്റൻസ് ആണ് ഈ ലാംഗ്വേജ് അഥവാ ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്ലേറ്ററിന് ഏറ്റവും വേണ്ടത് ഇതാണ്. വിതൗട്ട് മാസ്റ്ററിങ് ലാംഗ്വേജസ് someone is disabled to translate a text from source language to target language. A translator at least must have competence in both source language and target language. സോഴ്സ് ലാംഗ്വേജിലും ടാർഗറ്റ് ലാംഗ്വേജിലും അല്ലേ നമ്മൾ
ഇപ്പോൾ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ലാംഗ്വേജിലും എന്തായിരിക്കണം, നല്ല രീതിയിലുള്ള കഴിവുണ്ടായിരിക്കണം. ഈ രണ്ട് ഭാഷയും നല്ല രീതിയിൽ അറിയുന്ന ഒരാളായിരിക്കണം ഈ ട്രാൻസ്ലേഷൻ നടത്തേണ്ടത്. ദ ട്രാൻസ്ലേറ്റർ ഈസ് ഡിമാൻഡഡ് ടു ഹാവ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലാംഗ്വേജ് ആസ്പെക്ട്സ് ഓഫ് സോഴ്സ് ലാംഗ്വേജ് ആൻഡ് ടാർഗറ്റ് ലാംഗ്വേജ്. ഈ രണ്ട് ലാംഗ്വേജിലും എന്തായിരിക്കണം, നല്ല ഭാഷയുമായി നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആളായിരിക്കണം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. The translator is not only demanded to master target language in one rank, but also every rank including lexical, word to phrasal, clausal, sentence and discourse. The higher translator's duty, beside to master language aspects, is to master language functions, example, expressive, informative and vocative. So, ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് കോമ്പിറ്റൻസ്, അതായത് ഭാഷ നന്നായി അറിയുന്ന ഒരാളായിരിക്കണം. അതായത് രണ്ട് ഭാഷയും, ഒരു ഭാഷ മാത്രം അറിഞ്ഞാൽ മാത്രം പോരാ. ടാർഗറ്റ് ലാംഗ്വേജ് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ സോഴ്സ് ലാംഗ്വേജ് മാത്രം അറിഞ്ഞിട്ടും ട്രാൻസ്ലേഷൻ നല്ല രീതിയിൽ നടത്താൻ പറ്റില്ല. മറിച്ച് രണ്ട് ഭാഷയിലും എന്തായിരിക്കണം, മികച്ച രീതിയിൽ മനസ്സിലാക്കാനുള്ളൊരു കഴിവുള്ള ആളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ട്രാൻസ്ലേഷൻ നടത്തേണ്ടത്. അതിപ്പോൾ ലെക്സിക്കൽ ആവാം, വേർഡ്സ് ആവാം, ഫ്രേസൽസ് ആവാം, ക്ലോസൽ ആവാം, സെൻറ്റൻസ് ആവാം, എല്ലാ രീതിയിലും എല്ലാം നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ ട്രാൻസ്ലേഷൻ നടത്താൻ പറ്റും. അതുപോലെ തന്നെ ലാംഗ്വേജ് മസ്റ്റായിട്ടും നല്ല രീതിയിൽ അറിയുന്ന ഒരാൾക്കേ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് ടെക്സ്റ്റുവൽ കോമ്പിറ്റൻസ് ആണ്. ടെക്സ്റ്റുവൽ കോമ്പിറ്റൻസ് ഇസ് നോളജ് ഓഫ് റെഗുലാരിറ്റീസ് ആൻഡ് കൺവെൻഷൻ ഓഫ് ടെക്സ്റ്റ്, ജനേഴ്സ് ആൻഡ് ടെക്സ്റ്റ് ടൈപ്സ്. It is important to distinguish text. This is closely related to how a text is translated. So textual competence എന്ന് പറയുന്നത് ടെക്സ്റ്റുകൾ നല്ല രീതിയിലുള്ള മനസ്സിലാക്കുന്ന ആളായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കേ നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു റെഗുലാരിറ്റീസ് ആൻഡ് കൺവെൻഷൻ ഓഫ് ടെക്സ്റ്റ്, ജനേഴ്സ് ആൻഡ് ടെക്സ്റ്റ് ടൈപ്സ്, എന്തൊക്കെ തരം ടെക്സ്റ്റ് ഉണ്ട്, എങ്ങനെയാണ് ടെക്സ്റ്റ് ഉള്ളത്, ഇതിൻ്റെയൊക്കെ രീതികൾ മനസ്സിലായിരിക്കണം. It is important to distinguish text. This is closely related to how a text is translated. എങ്ങനെ ഒരു ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളതിൽ ഇത് ഏറ്റവും നല്ല രീതിയിൽ ബന്ധമുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ട്രാൻസ്ലേറ്റിംഗ് എ നറേറ്റീവ് ടെക്സ്റ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ട്രാൻസ്ലേറ്റിംഗ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് ബിക്കോസ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദോസ് ടെക്സ്റ്റ് ആർ ഡിഫറെൻറ്റ്. സോ നറേറ്റീവ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റും എക്സ്പോസിറ്ററി ആയിട്ടുള്ളൊരു ടെക്സ്റ്റും തമ്മിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം അതിൻ്റെ സ്ട്രക്ചേഴ്സ് രണ്ടും രണ്ട് തലത്തിലാണ് അല്ലേ. അപ്പോൾ ഡിഫറൻസ് ആണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു ടെക്സ്റ്റിനെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് നല്ല രീതിയിൽ അറിയണം. ഹാവിങ് കോമ്പിറ്റൻസ് ടു ഡിസ്റ്റിങ്വിഷ് ടെക്സ്റ്റ് ഈസ് വെരി ക്രൂഷ്യൽ ഫോർ എ ട്രാൻസ്ലേറ്റർ. ഒരു ട്രാൻസ്ലേറ്ററിനും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്ത്, ഈ ഒരു ടെക്സ്റ്റുകൾ എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക, അതായത് വേർഡ്സ് എങ്ങനെയാണെന്നുള്ളത്. However, working with text translation is not only about distinguishing text but also knowing the convention of those texts. അപ്പോൾ ടെക്സ്റ്റുകൾ, വാക്കുകൾ ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, എന്തൊക്കെ രീതിയിൽ അത് കൺവെൻഷൻ ചെയ്യണം എന്നുള്ളതും കൂടി എന്താണ്, ഡിസ്റ്റിങ്വിഷ് ചെയ്യണം എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. അതാണ് ടെക്സ്റ്റുവൽ കോമ്പിറ്റൻസ്. അടുത്തത് സബ്ജക്റ്റ് കോമ്പിറ്റൻസ്. സബ്ജക്റ്റ് സ്പെസിഫിക് ഓർ ഡൊമൈൻ കോമ്പിറ്റൻസ് ഇസ് നോളജ് ഓർ റെലവൻറ്റ് സബ്ജക്റ്റ്, the area of expertise for specialist translator. This amounts to a working knowledge of domain. As mentioned very early that translate text is not only change the language from one to other language. It needs such kind of expertise to acquire the characteristics of text. One of them is the discipline in which the text is taking place. സോ സബ്ജക്റ്റ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ടെക്സ്റ്റ് കോമ്പിറ്റൻസ് പറഞ്ഞു അല്ലേ. അപ്പോൾ ടെക്സ്റ്റുകൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ടെക്സ്റ്റുകളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ സബ്ജക്റ്റും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് ആ സബ്ജക്റ്റ്, ആ ഒരു നോളജ് എപ്പോഴും എന്തായിരിക്കണം, റെലവൻ്റ് ആണ്. ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജ് എപ്പോഴും നമുക്ക് ഒരു നല്ലൊരു ട്രാൻസ്ലേറ്ററിന് അത്യാവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു നല്ല ട്രാൻസ്ലേറ്റർ എപ്പോഴും എന്താണ്, അതിൻ്റെ ഫങ്ഷൻസും കൂടെ നോക്കും. അല്ലാതെ ടെക്സ്റ്റ് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്ത് പോവാതെ എപ്പോഴും നമ്മൾ അതിൻ്റെ സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തത് കൾച്ചറൽ കോമ്പിറ്റൻസ് ആണ്. ലാംഗ്വേജ് ഈസ് വൺ ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ. കൾച്ചറിൻ്റെ ഒരു എലമെൻ്റാണ് എന്ത്, ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ, ഭാഷ. As a culture element, language contains a good number of social conventions in using and understanding words and cultural identities. It contains social conventions and cultural identity. A translator must have cultural competence of both source language and target language. Some of the expressions in source language
may have different way to express in target language or even doesn't exist at all. By having cultural competence, the translator may need not to look the substitution but enough to see the equivalence. സോ കൾച്ചറൽ കോമ്പറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്റ്റ് കോമ്പറ്റൻസ് പറഞ്ഞു അല്ലേ, സബ്ജക്റ്റ് അറിയണം എന്ന്. അതുപോലെ തന്നെ കൾച്ചറും എന്തായിരിക്കണം, ഒരു ട്രാൻസ്ലേറ്റർ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. കൾച്ചർ എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ഒരു വൺ ഓഫ് ദ മെയിൻ ഇലമെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ കൾച്ചർ എപ്പോഴും എന്തായിരിക്കണം, അറിഞ്ഞിരിക്കണം. ഏതിൻ്റെ കൾച്ചർ? ലാംഗ്വേജിൻ്റെ. അതായത് രണ്ട് ലാംഗ്വേജിൻ്റെ, ടാർഗറ്റ് ലാംഗ്വേജ് ആണെങ്കിലും സോഴ്സ് ലാംഗ്വേജ് ആണെങ്കിലും രണ്ട് ലാംഗ്വേജിൻ്റെയും കൾച്ചറൽ കോമ്പറ്റൻസ് എന്തായിരിക്കണം, ഒരു ട്രാൻസ്ലേറ്ററിന് ഏറ്റവും അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ വേർഡ്സ് ആണെങ്കിലും കൾച്ചറൽ എല്ലാ വേർഡ്സും, ഒരു ലാംഗ്വേജിലുള്ള എല്ലാ വേർഡ്സും എന്താണ്, അതിൻ്റെ കൾച്ചറിനെ കൂടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാണെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൾച്ചർ എപ്പോഴും ട്രാൻസ്ലേറ്റർ അറിഞ്ഞിരിക്കണം. അപ്പോൾ രണ്ട് കൾച്ചർ അറിയണം അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഭാഷയിലുള്ള ഒരു മലയാളം ഭാഷയിലുള്ളൊരു വാക്ക് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ഭാഷേൻ്റെയും കൾച്ചർ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. കൾച്ചർ പരമായിട്ടുള്ളൊരു വാക്കാണ് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്തതെന്നുള്ള ഒന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇംഗ്ലീഷിൽ ആ കൾച്ചറിന് എന്താണ് പറയാന്നുള്ള അറിഞ്ഞിരിക്കണം. അപ്പോൾ മലയാളത്തിൽ ഈ ഒരു കൾച്ചറൽ വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളതും അറിയണം. ഒപ്പം എന്തുകൂടെ അറിയണം, അതേ കൾച്ചർ ഇംഗ്ലീഷ് ആക്കുമ്പോൾ അപ്പോൾ ഇംഗ്ലീഷിലുള്ള കൾച്ചറിൽ ആ വാക്കിനെ എന്താണ് പറയുക, അല്ലെങ്കിൽ ഈ കൾച്ചറിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ കൾച്ചറൽ കോമ്പിറ്റൻസും എന്താണ്, അത്യാവശ്യമാണ് ഒരു ട്രാൻസ്ലേറ്ററിന്. രണ്ട് ഭാഷയുടെ കൾച്ചറും അറിഞ്ഞിരിക്കണം. രണ്ട് ഭാഷയെ രണ്ട് നാടിൻ്റെ കൾച്ചറും എന്തായിരിക്കണം, ഈ ഒരു ട്രാൻസ്ലേറ്റർ അറിഞ്ഞിരിക്കണം. അടുത്തത് അവസാനത്തെ കോമ്പിറ്റൻസ് എന്താണ്, ട്രാൻസ്ഫർ കോമ്പിറ്റൻസ് ആണ്. ഇറ്റ് ഈസ് ആൻ എബിലിറ്റി ഓഫ് ട്രാൻസ്ഫറിങ് മെസ്സേജ് ഫ്രം source text to target text communicatively. The word transfer itself means to carry over or across. So transfer competence എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്താണ് ഒരു ട്രാൻസ്ലേറ്ററിന് ഉണ്ടാവണം. ഒരു മെസ്സേജ് എന്താണ്, ഒരു സോഴ്സ് ടെക്സ്റ്റിൽ നിന്നും ടാർഗറ്റ് ടെക്സ്റ്റിലേക്കുള്ളൊരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ. വേർഡ് ട്രാൻസ്ഫർ എന്നുള്ളൊരു വേർഡ് തന്നെ എന്താണ്, ക്യാരി ഓവർ ഓർ അക്രോസ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുക, നല്ല രീതിയിൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ ഉള്ളൊരു എബിലിറ്റി ആർക്ക് വേണം, ഒരു ട്രാൻസ്ലേറ്ററിന് വേണം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ശരിക്കും എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ലേഷൻ ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ, എങ്ങനെയൊക്കെയാണ് വേർഡ്സ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ഇഷ്യൂസ് അല്ലേ, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ്, ഭാഷ നന്നായി അറിഞ്ഞിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ മൊഡ്യൂളിൽ തന്നിട്ടുള്ളൊരു എക്സസൈസാണ് എന്ത്, ദ ടൈഗർ എന്നുള്ള ഒരു പോമുണ്ട് വില്യം ബ്ലേക്കിൻ്റെ. ഈ ഒരു പോയം എന്ത് ചെയ്യണം, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇത് എക്സാമിന് മേ ബി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. ഏതെങ്കിലും ഒരു പോയമോ എന്തെങ്കിലും ഒരു പാട്ട് തന്നിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറയും, നിങ്ങളുടെ മദർ ടങ്ങിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലേക്ക്, മലയാളത്തിലോ തമിഴിലേക്കോ വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, പോയട്രി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. റൈമിങ് സ്കീമും അതുപോലെ തന്നെ വേർഡ്സും എല്ലാം നല്ല രീതിയിൽ നല്ല വേർഡ്സ് യൂസ് ചെയ്യണം, ഒഫെൻസീവായിട്ടൊന്നും യൂസ് ചെയ്യരുത്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു ഇത് അത്യാവശ്യം വലിയ പോയമാണ്, അതിൽ കുറച്ച് ലൈൻസ് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പോയം ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് തന്നിട്ടുള്ളൊരു വർക്ക്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും എക്സാമിന് ഒരു ട്രാൻസ്ലേഷൻ മസ്റ്റായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഈ മൊഡ്യൂളിൽ ഇത്രയും പഠിക്കാനുള്ളൂ. നോട്ട്സ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ചായിട്ട് ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയെല്ലാം ടെലിഗ്രാം ചാനലിലുണ്ട്.